നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ദേഷ്യം എന്ന ഒരു മനഃശാസ്ത്ര ടോപ്പിക്കാണ്. ദേഷ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒരു പൊതുവികാരമാണ് ദേഷ്യം. ദേഷ്യം എന്നത് ഒരു മോശമായ ഒരു വികാരമല്ല. ദേഷ്യം അത് അത്ര ഒരു പ്രശ്നമുള്ളൊരു കാര്യവുമല്ല. ഒരു പരിധിവരെ ദേഷ്യം നമുക്ക് നല്ലതുമാണ്. പക്ഷെ അനിയന്ത്രിതമായ ദേഷ്യം അത് പലപ്പോഴും പ്രശ്നമാണ്. അങ്ങനെയുള്ള ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ദേഷ്യം വരും, പലരോടും ദേഷ്യം വരിക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അത് നമുക്ക് ബന്ധങ്ങളൊക്കെ നശിക്കും. അതുപോലെ തന്നെ മറ്റു പല മേഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ദേഷ്യത്തെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നത് ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷുപജായതേ സംഘാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ എന്നാണ്. നമുക്ക് മനസ്സിലാവും. ധ്യായതോ വിഷയാൻ പുംസ, ഏതൊരു വിഷയത്തിലാണോ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്നത് ആ വിഷയമായിട്ട് നമുക്ക് സംഘ, ഒരു ഒട്ടിച്ചേരൽ, ഒരു അടുപ്പം കൂടുന്നു. ആ അടുപ്പത്തിൽ നിന്ന് സംഘാത് സംജായതേ കാമ, ഇവിടെ കാമ എന്ന് പറയുമ്പോൾ ഒരു ആഗ്രഹം, ഒരു പ്രതീക്ഷ എന്നൊക്കെയാണ്. അതിൽ നമുക്കൊരു ആഗ്രഹം, ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടാകുന്നു. ആ പ്രതീക്ഷ പോലെ, ആ ആഗ്രഹം പോലെ നടന്നില്ലെങ്കിൽ ക്രോധോഭിജായതേ, ക്രോധം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകുന്നു എന്നതാണ്. അതൊരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോ നമ്മളെ ഒരാൾ അപമാനിച്ചു എന്ന് വിചാരിക്കും. തീർച്ചയായും അയാളോട് നമുക്ക് അയാളുടെ ആ മുഖവും അയാൾ അപമാനിച്ച കാര്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിരന്തരമായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു ചിന്തയുടെ ഭാഗമായി മാറും. അതിനോടൊരു ഒട്ടൽ അല്ലെങ്കിൽ സംഘ അവിടെ ഉണ്ടാകും. അതിൽ നിന്നും കാമ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, കാമ എന്ന് പറയുമ്പോൾ ഇവിടെ അതിന്റെ അർത്ഥം ആഗ്രഹം, പ്രതീക്ഷ എന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ അപമാനിച്ച ആ ആള് നമ്മോട് തെറ്റ് പറയണം, മാപ്പ് പറയണം, നമ്മുടെ കാൽക്കൽ വീഴണമെന്ന് നാം ശക്തിയായി ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിന് വിപരീതമായി അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ, ഒരു തരത്തിലും അയാൾ നമ്മോട് തെറ്റ് പറയാൻ അല്ലെങ്കിൽ നമ്മുടെ കാൽക്കൽ വരാൻ അയാൾ തയ്യാറാകാത്തത് കൊണ്ട് നമുക്ക് അയാളോട് ഭയങ്കരമായ ക്രോധം, ദേഷ്യം ഉണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ ആഗ്രഹത്തിൽ നിന്നാണ് ദേഷ്യം ഉണ്ടാകുന്നത് എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പോ ദേഷ്യം നിയന്ത്രിക്കേണ്ട ഒരു വികാരമാണ് എന്ന് മനസ്സിലാക്കി ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ഒരു 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത്, ഒന്നാമത്തെ കാര്യം, ദേഷ്യം വന്ന ഉടനെ നമ്മൾ പ്രതികരിക്കരുത്. ദേഷ്യം വന്ന ഉടനെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവർക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാവും നമ്മൾ പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ഒന്ന് നിശബ്ദം പാലിക്കുക എന്നതാണ്. ആ സമയത്ത് നമ്മൾ മിണ്ടാതിരുന്നാൽ പല ബന്ധങ്ങൾക്കും വിള്ളലില്ലാണ്ട് അത് നിലനിൽക്കും, ബന്ധങ്ങൾ നിലനിൽക്കുന്നതാണ്. ദേഷ്യം വന്ന ഉടനെ പ്രതികരിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കാരണം കണ്ടെത്തൂ, ആളെയല്ല. പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് മറ്റൊരാൾ നിമിത്തമല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്. നമ്മുടെ തന്നെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഒരു പ്രതീക്ഷ നശിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നിരാശ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രതികാരം ഉണ്ടാകുന്നു. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നത്. ഒരിക്കലും മറ്റൊരാൾ നിമിത്തമല്ല, നമ്മുടെ ആഗ്രഹം നിമിത്തമാണ് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നത്, ആഗ്രഹം നടക്കാതെ വരുമ്പോൾ. അപ്പൊ മറ്റൊരാളല്ല അതിന് കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, ശ്വാസം നിയന്ത്രിക്കൂ എന്നതാണ്. ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ശാന്തമാകുന്നു. ശരീരം ശാന്തമാകുമ്പോൾ നമ്മുടെ മനസ്സും ശാന്തമാകുന്നു എന്നതാണ്. നാലാമത്തെ ഒരു കാര്യം, സംസാരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കൂ, ചിന്തിക്കൂ എന്നതാണ്. അതായത്, നമ്മൾ പറയുന്ന കാര്യം അത് പറഞ്ഞാൽ അതിന് പരിഹാരം കിട്ടുമോ, അതോ ഇത് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകുമോ, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചിന്തിക്കുക. സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കണം എന്നാണ്. അഞ്ചാമത്തെ കാര്യം, ക്ഷമിക്കാൻ പഠിക്കൂ എന്നതാണ്. ക്ഷമ എന്ന് പറയുന്ന ഒരു മോശമായ കാര്യമല്ല.
അതായത് മറ്റൊരാൾക്ക് നമ്മൾ അടിയറവ് പറയുകയല്ല, മറ്റൊരാൾക്ക് കീഴടങ്ങലല്ല, നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കലാണ്. നമ്മുടെ മനസ്സിന്റെ സമാധാനമാണ് ക്ഷമ എന്ന് പറയുന്നത്. അതൊരു മോശമായ കാര്യമല്ല. ദേഷ്യം ജയിക്കുന്നത് ഒരിക്കലും ശക്തിയാലല്ല, ബോധത്താലാണ് ദേഷ്യം ജയിക്കാൻ സാധിക്കുന്നത്. അപ്പോ ദേഷ്യം നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറുകയാണെങ്കിൽ നമുക്ക് വലിയ ഉയർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളൊന്നും നശിക്കാതെ നമുക്ക് കിട്ടുമെന്നതാണ്. താങ്ക് യു വെരി മച്ച്.